മാത്യു കുഴൽനാടന് സമനില തെറ്റിയോ? സംശയം കൊണ്ട് ചോദിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണം സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം പോലും ഖനനം നടത്താനാകാത്ത സ്വകാര്യ സ്ഥാപനമാണ് പ്രതിഫലമായി വർഷങ്ങളോളം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകിയെന്ന് ആരോപിക്കുന്നത്. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കമ്പനിക്ക് സുപ്രീം കോടതി അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഖനനം നടത്താൻ സർക്കാർ അനുവദിച്ചില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി. അത് നിയമസഭയിൽ. എ കെ ആന്റണി സർക്കാർ ഈ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത് എന്ത് പ്രതിഫലം വാങ്ങിയാണെന്ന് കുഴൽനാടൻ വ്യക്തമാക്കണമെന്ന് പി രാജീവ് ചോദിച്ചത് കുഴൽനാടൻ പോയിട്ട് UDF ഒരാൾക്കും അതിന് മറുപടി ഇല്ലായിരുന്നു. UDF കാലത്ത് ഖനനം അനുവദിക്കാൻ, അതായത് 2002 ഒക്ടോബർ 22, നവംബർ 30, 2003 മെയ് 5 എന്നീ തീയതികളിലായി 3 ഉത്തരവുകളാണ് പുറത്തിറക്കിയത്. എന്നാൽ LDFൻ്റെ ശക്തമായ പ്രതിഷേധം മൂലം അന്ന് ഖനനം നിർത്തിവെക്കേണ്ടി വന്നു. ഇതിനെതിരെ കമ്പനി UPA സർക്കാരിന് കീഴിലുള്ള ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോൾ വീണ്ടും അനുമതി നൽകി. തുടർന്ന് വന്ന VS സർക്കാർ ഇത് റദ്ദാക്കി. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് 2013 ഫെബ്രുവരി 15 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് VS സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കിയത്. ഇതിനെതിരെ അപ്പീൽ പോകാൻ വൈകിയത് വീഴ്ചയാണെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകിയിരുന്നു. വൈകി അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും തുടർന്ന് സുപ്രീം കോടതിയും കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു. 2019 ഖനനം പൊതുമേഖലയിൽ മാത്രമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സ്വകാര്യ ഖനനം അടഞ്ഞ അധ്യായമായി. സംസ്ഥാന സർക്കാർ എത്ര ശ്രമിച്ചാലും സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകാനാകില്ലെന്ന് അറിഞ്ഞിരുന്നുകൊണ്ടാണ് അതിനായി മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന പരിഹാസ്യമായ വാദം കുഴൽനാടൻ ഉയർത്തിയത്. കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിലിരുന്നപ്പോൾ കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്ത ചരിത്രമാണ് UDFൻ്റേത്. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരം എഴുതിക്കൊടുത്തതോ അടക്കം 95 മുതൽ UDF തുടങ്ങിയതാണ് ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം. ഇത് മറച്ചുപിടിക്കാനാണ് കുഴൽനാടനെ മുന്നിൽ നിർത്തിയുള്ള നാടകം. പൊഴിയിലെ ആഴവും വീതിയും കൂട്ടുമ്പോൾ കിട്ടുന്ന മണൽ പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുന്നതിലെ ചർച്ചയും പ്രഖ്യാപനവും ഫയൽ വെച്ചുള്ള കള്ളക്കഥകളും പടച്ചുവിടുകയാണ്. 2001 ആഗസ്റ്റിൽ UDF സർക്കാർ ആലപ്പുഴ തീരത്ത് സ്വകാര്യ ഖനനം അനുവദിക്കാൻ കേന്ദ്ര ഖനി വകുപ്പിന് കത്തയച്ചു. 2002 ഒക്ടോബറിൽ പൊഴിയൂരിൽ ഖനനാനുമതി നൽകി. 2003 മെയ്യിൽ തൃക്കുന്നപ്പുഴ വില്ലേജിലെ 4 ബ്ലോക്കുകളുടെ സ്വകാര്യ ഖനനത്തിനുള്ള കേന്ദ്രാനുമതിക്ക് വീണ്ടും കത്തയച്ചു. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനനാനുമതി നൽകി. 2003 മെയ് 5 ഉത്തരവിറക്കി. ജനം പ്രക്ഷോഭം ആരംഭിച്ചു. 16 ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ മനുഷ്യക്കോട്ട നിർമ്മിച്ചു. 2004 ഡിസംബർ 26 സുനാമിയിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് വൻ നാശനഷ്ടമുണ്ടായി. 39 മരണം, 1500 വീടുകളും തകർന്നു. ഇത്രയും ദുരന്തമുണ്ടായിട്ടും സ്വകാര്യ ഖനനം നിർത്തിയില്ല. 2005 അവസാനം ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ വില്ലേജുകളിലെ 13 ബ്ലോക്കുകൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഖനനാനുമതി നേടി. 2007 പുതിയ വ്യവസായ നയം കൊണ്ടുവന്ന LDF സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് ധാതുമണൽ ഖനനത്തിന് അനുമതി നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു. CMRLന് ഖനനാനുമതി നിഷേധിച്ച് VS സർക്കാർ കത്ത് നൽകി. CMRLൻ്റെ പരാതിയെ തുടർന്ന് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ അത് റദ്ദാക്കി. 2010 ഡിസംബർ 15 അപേക്ഷകൾ നിരസിച്ച് LDF സർക്കാർ ഉത്തരവിറക്കി. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് കമ്പനി അനുകൂല വിധി നേടി. സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതിയും കമ്പനിക്ക് അനുകൂല വിധി പുറപ്പെടുവിച്ചു. ഇതാണ് സത്യത്തിൽ നടന്നത്. ഈ പച്ചയായ സത്യങ്ങൾ മറച്ചുവെച്ചാണ് കുഴൽനാടൻ കുഴലൂതുന്നത്. മ്ലേച്ഛമെന്നല്ലാതെ എന്തു പറയാൻ? ആടിനെ പട്ടിയാക്കുന്ന ഈ ഏർപ്പാട് അധികകാലം നിലനിൽക്കില്ല.